എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥയാണ്, ഒരു ഫെയറി ടൈൽ, ഒരു ഫോക്സ് സ്റ്റോറി അല്ലെങ്കിൽ ഫീബിൾ പോലെയൊക്കെ ഒരു സിനിമയാണ്, ഒരു നാടോടി കഥയാണ്. അറിഞ്ഞോ അറിയാതെ ഇന്ന് ഈ സിനിമ തുടങ്ങിയിട്ട് 1 വർഷമായ ദിവസമാണ്. 1 വർഷമായി ഞങ്ങൾ ഈ സിനിമയെ തുടങ്ങിയത്. 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ഇത്രയും മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ സിനിമ എങ്ങനെ ഉണ്ടായി, ഇതെന്തുകൊണ്ടുണ്ടായി, ഇതെന്തായിരിക്കും ഈ സിനിമ. ഒരു കഥ പറഞ്ഞു, ആ കഥയിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഞങ്ങൾ ആ കഥ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ആ കഥ ഒരു വലിയ ക്യാൻവാസിലേക്ക് മാറുകയാണ്. ഇതിന് കാലദേശങ്ങളില്ലാത്തൊരു സിനിമയാണ്, ഇതിന് ടൈം ആൻഡ് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കൊച്ചിലെ ഇരിക്കുന്ന കുട്ടികൾക്ക് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ കഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത്. എൻ്റെ അമ്മയും അമ്മൂമ്മയും കൊച്ചിയും ഉമ്മയൊക്കെ കിടന്നുറങ്ങുന്ന ആ സ്നേഹവലയത്തിൽ ആ ഉറക്കി കഥകൾ കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. അതുപോലെ ഒരു കഥയാണ്, ഒരു ഫെയറി ടൈൽ, ഒരു ഫോക്സ് സ്റ്റോറി അല്ലെങ്കിൽ ഫീബിൾ പോലെയൊക്കെ ഒരു സിനിമയാണ്, ഒരു നാടോടി കഥയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പം അതിന് എല്ലാ ഇമോഷൻസും ഉള്ളൊരു കഥയാണ്. ഈ സിനിമയിൽ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, അസൂയുണ്ട്, വിഷമുണ്ട്, റിവഞ്ചുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ദേഷ്യമുണ്ട്, പരിഹാസമുണ്ട്, എല്ലാം. അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലോസഫി ഉണ്ട്. ഈ കണ്ടത് നിജം, കാണാതത് പോയി, നീ കണ്ടതെല്ലാം പോയി കാണപ്പോകുന്നത് നിജം എന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്താണെന്ന് ഈ സിനിമ കാണുമ്പോഴേ അറിയാം. പിന്നെ ഈ സിനിമ വളരെ വലുതായി. അപ്പം ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയല്ല, ഇതൊരു മലയാള സിനിമയല്ല. ഇത് നിങ്ങൾ തമിഴിൽ കണ്ടാൽ ഇത് തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ, കന്നഡയിൽ കണ്ടാൽ, ഹിന്ദിയിൽ കണ്ടാലൊക്കെ ആ സിനിമയായിട്ട് തോന്നണം. ഇതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായി. അത് വലിയൊരു സ്പെക്ട്രമിലേക്ക് പോയി. ഞങ്ങളിത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് മെയിൻലി, പിന്നെ മദ്രാസിലാണ്, ചിഞ്ചി ഫോർട്ട്. അതിൻ്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇതൊരു കഥയാണ്. അതിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവർക്കും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകളുണ്ട്. ഇതൊരു ഒരു ഏറ്റുപറച്ചിലല്ല, ഒരു കഷ്ടപ്പാടിൽ സഹിച്ചാണ് ഈ സിനിമ. കാര്യം ക്ലൈമാറ്റ് വൈസ് വളരെയധികം പ്രയാസപ്പെടുത്തി ഞങ്ങളെ. പൊടിക്കാറ്റുകൾ, പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി. അതൊന്നും ഒരു കംപ്ലൈൻ്റ് അല്ല. അതിൻ്റെ കൂടെ സഹകരിച്ച് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും, ആ സിനിമയുടെ ഭാഗമായ അതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന